നമസ്കാരം. മഹേഷ് നാരായണൻ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കേട്ടിട്ട് കുറച്ച് നാളുകളായി. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ലൈവായിട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിൽ ആരായിരിക്കും നായകൻ എന്നുള്ളതിനെ കുറിച്ച്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ സിനിമയെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേറ്റുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒഫീഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒഫീഷ്യലായിട്ട് പറയാൻ സാധിക്കും. കാരണം യാതൊരുവിധ അപ്ഡേറ്റുകളും ഈ സിനിമയെക്കുറിച്ച് വന്നിട്ടില്ല. ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് ഇതുവരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരായിരിക്കും ഹീറോ എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഊഹാപോഹങ്ങളിലൂടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു വാദം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ എടുത്തു വെച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ചെറിയ ഒരു വീഡിയോ ആണ്, പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ആദ്യമേ പ്രഖ്യാപിക്കുന്നത് മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്. അതിൽ നിന്ന് തന്നെ മമ്മൂട്ടി ആയിരിക്കും നായകൻ എന്ന് നമുക്ക് ഊഹിക്കാം. പിന്നീട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ടർമാർ ചോർത്തിക്കൊണ്ടുവന്ന റിപ്പോർട്ട് പ്രകാരം ഇതിനകത്ത് സുരേഷ് ഗോപി ഒരു പ്രധാനപ്പെട്ട റോളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പുറത്തു വന്നിരുന്നു. പിന്നീട് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും തുല്യ പ്രാധാന്യമുള്ള സിനിമകളാണോ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. പക്ഷെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു അവസരം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മമ്മൂട്ടി തന്നെയായിരിക്കും ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയാണ് രണ്ടുപേർക്കും എന്നുണ്ടെങ്കിൽ പോലും ക്ലൈമാക്സ് എത്തുമ്പോൾ മമ്മൂട്ടി തന്നെയായിരിക്കും അവിടെ നായകൻ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും നമുക്ക് ഉന്നയിക്കേണ്ടതില്ല. എന്നാൽ അവിടേക്ക് സുരേഷ് ഗോപിക്ക് പകരമായിട്ട് മോഹൻലാൽ വരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് മോഹൻലാൽ വലിഞ്ഞു കയറി വരികയായിരുന്നില്ല ചെയ്തത്. മോഹൻലാലിന്റെ സിനിമാ കമ്പനിയായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള ആശീർവാദ് സിനിമാസ് ഇതിന്റെ നിർമ്മാണം കൂടി ഏറ്റെടുത്തിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആശീർവാദ് സിനിമാസ് പോലുള്ള ഒരു കമ്പനി മോഹൻലാൽ ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്ന ഒരു സിനിമയിൽ പൈസ ഇറക്കുമെന്ന്? മമ്മൂട്ടി നായകനായിട്ട് വരുന്ന സിനിമയിൽ മോഹൻലാൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആ സിനിമയുടെ പ്രൊഡക്ഷൻ പാർട്ണറായിട്ട് വരുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും മോഹൻലാലിന് തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയായിരിക്കും അതിനകത്ത് വരിക. മമ്മൂട്ടിയും സുരേഷ് ഗോപിയും എന്ന് പറയുന്ന പോലെ ആയിരിക്കില്ല മോഹൻലാലും മമ്മൂട്ടിയും വരുമ്പോൾ. അവിടെ ആർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി വലിയൊരു വാദം ഉയരാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രം തന്നെയായിരിക്കും കൊടുത്തിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റൊരു ഓപ്ഷൻ കൂടി, അല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടി നമുക്കിവിടെ ഊഹിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന താരം ഇതിനകത്ത് പ്രതിഫലം വാങ്ങാതെ അതിന് പകരമായിട്ട് ഷെയർ ചോദിച്ചിട്ടുണ്ടാവും. അതായിരിക്കാം ആശീർവാദ് സിനിമാസ് ഇതിനകത്ത് പ്രൊഡക്ഷൻ പാർട്ണറായിട്ട് വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് ഇങ്ങനെ ഊഹാപോഹങ്ങളിലൂടെ വാദങ്ങൾ നടത്താൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.